നമസ്കാരം. ഹണി റോസിനിട്ട് പണിയാനിറങ്ങിയ ഓരോരുത്തർക്കായി കൂലി വരിവരിയായി കിട്ടുകയാണ്. ജയിൽ കാണാൻ മോഹിച്ചിറങ്ങിയ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ നല്ലതുപോലെ അഴിയെണ്ണി. എന്തായാലും ഒരു സമയത്ത് അകത്ത് കിടക്കാൻ ആഗ്രഹിച്ച ബോച്ചെ ഇപ്പോൾ പുറത്തിറങ്ങാൻ പാടുപെടുകയാണ്. ഒടുവിൽ ഇപ്പോൾ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അതാ അടുത്ത പണി റെഡിയായിരിക്കുകയാണ് രാഹുൽ ഈശ്വറിന്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിന്റെ സാധ്യത മുന്നിൽ കണ്ട് രാഹുൽ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടിയ വേളയിലാണ് ഹൈക്കോടതിയിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ നിലപാട് തേടിയിരുന്നു. എന്നാൽ രാഹുലിനെതിരെ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും തന്നെ അധിക്ഷേപിച്ചു എന്നായിരുന്നു ഹണി റോസിന്റെ പരാതി. രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽപ്പെട്ടു പോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും. അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളെയും പരാതിക്കാരോടും കാണിക്കുന്നത്. താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തികളുടെ PR ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നും ഹണി പറയുന്നു. ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് വിചിത്ര വാദവുമായി രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു. 1 മിനിറ്റിന്റെ തമാശയ്ക്ക് ഒരാളെ വർഷങ്ങളോളം ജയിലിലിടണമെന്ന് പറയുന്നത് അന്യായമെന്നായിരുന്നു രാഹുലിന്റെ വാദം. രാഹുൽ ഈശ്വർ പൂജാരി ആവാതിരുന്നത് നന്നായെന്നും അങ്ങനെ ആയിരുന്നുവെങ്കിൽ തന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾ രാഹുൽ പ്രത്യേക ഡ്രസ് കോഡ് ഏർപ്പെടുത്തുമെന്നുമായിരുന്നു ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. തനിക്ക് ജയിലിൽ പോകാൻ മടിയോ പേടിയോ ഇല്ലെന്നാണ് രാഹുൽ ഈശ്വറിന്റെ പക്ഷം. നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂരിന് ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ജാമ്യ ഹർജിയെ എതിർക്കാനാണ് പോലീസ് തീരുമാനിച്ചിരുന്നുവെങ്കിലും അത് കോടതി തള്ളുകയായിരുന്നു. തുടർന്ന് ജാമ്യം അനുവദിച്ചത്. കാക്കനാട് ജില്ലാ ജയിലിലാണ് ബോച്ചെ റിമാൻഡിൽ കഴിഞ്ഞത്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചോടെയാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഒറ്റടി അപേക്ഷ പോലും പോലീസ് നൽകിയിട്ടില്ലെന്നും ഈ സാഹചര്യത്തിലാണ് ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.